ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മുട്ടയും പഴവും ഉണ്ടെങ്കിൽ നല്ല 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ആ ജാറിലേക്ക് നമുക്ക് ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാൻ ഈ സ്പൂണിന് ഒരു മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ സ്പൂണിൽ തന്നെ പകുതിക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോശമാവ് ഇരിക്കുന്ന പോലെയാണ് ഈ മാവ് ഇരിക്കേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയതിനകത്ത് നമുക്ക് ചെറുതായി തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പയ്യൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ പയ്യെ മറിച്ചിടാൻ നോക്കണം. അപ്പം പെട്ടെന്ന് മറിച്ചിടുമ്പോൾ നമ്മുടെ ഇതൊന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് മറിച്ചിടുക. ഇതിപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വേണം, നല്ല ഈസി സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഴമൊക്കെ വെറുതെ തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിക്കും. അപ്പോൾ മുട്ടയായാലും പഴമായാലും രണ്ടും നമുക്ക് നല്ല ആരോഗ്യപ്രദമായ ആഹാരങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.